CPM നേതാവ് തലശ്ശേരി തലായിലെ കെ ലതീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 7 RSS BJP പ്രവർത്തകർക്ക് ജീവപര്യന്തം 1,40,000 രൂപ പിഴയും ചുമത്തി തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 9 മുതൽ 12 വരെയുള്ള 4 പ്രതികളെ വെറുതെ വിട്ടിരുന്നു. 2008 ഡിസംബർ 31-നാണ് CPM പ്രവർത്തകൻ ലതേഷിനെ ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊന്നത്. തലശ്ശേരിയിലെ CPM നേതാവായിരുന്ന ലതേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ 7 RSS BJP പ്രവർത്തകർക്ക് ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്. വിജീഷ് ഗോവിന്ദൻ വിവരങ്ങളുമായി ചേരുകയാണ്. വിജീഷ്, എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ? വിധി കുറഞ്ഞു പോയി എന്നാണോ? ജീവപര്യന്തം ശിക്ഷയിൽ പ്രോസിക്യൂഷന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ? ഇതിന്റെ അകത്ത് ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് 7 RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. തലായി കോക്കായി ഹൗസിൽ സുമിത്ത്, KK പ്രജീഷ്, ബാബു, B നിതിൻ, സനൽ, നിജോഷ്, അതുപോലെ തന്നെ സജീഷ്, ATV ജയേഷ് എന്നിവരാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കേസിനകത്ത് മൊത്തം 12 RSS പ്രവർത്തകരാണ് പ്രതിയേർക്കപ്പെട്ടിരുന്നത്. ഇതിനകത്ത് 8ാം പ്രതി ഈ വിചാരണ കാലയളവിൽ മരണപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ 9ാം പ്രതി K സന്തോഷ് കുമാർ, 10 ശരത്ത്, EK സനീഷ് എന്ന കുന്നംപുറത്ത് സ്വദേശി 11ാം പ്രതി, BJPയുടെ നേതാവും അതുപോലെ തന്നെ മുൻ തലശ്ശേരി കൗൺസിലറുമായിട്ടുള്ള അജയ് സിംഗ് 4 പ്രതികളെ ഈ കേസിനകത്ത് അവർ പങ്കാളികളല്ല എന്ന് കണ്ട് കോടതി വിടുകയും ചെയ്തിരുന്നു. ഈ കേസിന്റെ ശിക്ഷാ വിധി സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിനകത്ത് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ പ്രതികരണം ഉണ്ടായിട്ടില്ല. 2008 ഡിസംബർ 31 വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ആദ്യം ബോംബ് എറിഞ്ഞ് പരിഭ്രാന്തി വരുത്തിയ ശേഷം CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായ ലതേഷിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ലതേഷ് അടുത്തുള്ള സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഓടിക്കയറി. ഈ വീട്ടിലുണ്ടായിരുന്ന സുഹൃത്ത് മോഹൻലാലിനും ഈ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ മോഹൻലാലിന് വിവരങ്ങൾ നൽകിയത്.